നമസ്കാരം. നമുക്കിന്നൊരു സ്പ്ലിറ്റ് എ സിയുടെ ഇൻഡോർ യൂണിറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുന്നതും അത് ക്ലീൻ ചെയ്യുന്നതും ജസ്റ്റ് ഒന്ന് കാണിക്കാം. എൻ്റെ ബാക്കിൽ നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാണാമല്ലോ അല്ലേ? ഓക്കെ, നമുക്കത് 1 by 1 ആയിട്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെയും പിടിച്ച് പൊന്തിക്കുക. പൊന്തി നിൽക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് ഇവിടെയും അതുപോലെ ഇതിൻ്റെ ഇവിടെയും ലോക്ക് പ്രസ് ചെയ്താൽ നമുക്ക് ഇത് റിലീസ് ചെയ്യാം. അതുപോലെ ഈ ഫ്ലാപ്പ് റിലീസ് ചെയ്യുന്നതിന് ഇവിടെ നോക്കുക, ഇതുപോലൊരു ഇടല്ലേ. ഇനി നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ലൈറ്റായിട്ട് ബെൻഡായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് സ്വിങ് ചെയ്യുന്നതിനുള്ള മോട്ടറിൻ്റെ ഷാഫ്റ്റാണിത്. അപ്പോൾ ഈ ഭാഗം ശ്രദ്ധിക്കണം. ഇവിടെ റിമൂവ് ചെയ്യുക. ഓക്കെ, മുകളിലത്തെ ഡോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്ലാസ്റ്റിക് 2 നെറ്റുകളും റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്കതിൻ്റെ സ്ക്രൂ ഓപ്പൺ ചെയ്യണം. സ്ക്രൂ എല്ലാം എടുക്കേണ്ടതുണ്ട്. നമുക്കതിൻ്റെ സ്ക്രൂകൾ എവിടേക്കാന്ന് കാണിക്കാം. ഈ കാണുന്ന സ്ക്രൂ, ഇങ്ങനെ 3 സ്ക്രൂ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു സ്ക്രൂ. ഓക്കെ, ഈ 3 സ്ക്രൂ, ഇതാണ് മെയിൻ 3 സ്ക്രൂ. ഈ 3 സ്ക്രൂ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു സ്ക്രൂ, ഇവിടെ ഒരു സ്ക്രൂ, ഇവിടെ ഒരു സ്ക്രൂ, ഇവിടെ ഒരു സ്ക്രൂ. ഇത്രയും സ്ക്രൂസ് നമ്മൾ റിമൂവ് ചെയ്യുക. ഇവിടെ അതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാപ്പ് ഉണ്ട്. ഈ ക്യാപ്പ് കൂടെ റിമൂവ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ വരികയാണെങ്കിൽ ഇവിടെ 1, 2, 3 ലോക്കുകളുണ്ട്. നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്കുകൾ റിമൂവ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം ചെയ്യുന്നത് കാണിക്കാം. നമ്മളൊന്ന് കൈ വെച്ച് ഇങ്ങനെ 2 സൈഡിലും ഒന്ന് പൊന്തിച്ചതിന് ശേഷം ഇത് പതുക്കെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത്, ഞാൻ ഒറ്റക്കൈയോട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് റെക്കോർഡിങ് ഇതും കൂടി. ഓക്കെ, ഇങ്ങനെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഇതാണ്. അതുപോലെ ഇതിൻ്റെ കൂളിംഗ് സെൻസറാണിത്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഉണ്ടായിരിക്കും. ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്യുക. ഇത് ഫ്രീ ആക്കി വിടുക. അതിനുശേഷം വളരെ ഈസിയായി നമുക്ക് ഈ യൂണിറ്റിനെ എടുത്തു മാറ്റാവുന്നതാണ്. കണ്ടില്ലേ? ഓക്കെ, ഈ ഭാഗത്താണ് സാധാരണയായി പൊടികൾ അടിഞ്ഞുകൂടുന്നത്. ഇത് ഇപ്പോൾ കാര്യമായ പൊടിയില്ല എങ്കിലും നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഇതുപോലൊരു ബ്രഷ് എടുത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് കയറി നിൽക്കും. മീൻസ് അതിൻ്റെ ഉള്ളിലത്തെ പൊടിപടലങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് ഇതുപോലെ എടുത്ത് കളയാൻ സാധിക്കും. കണ്ടില്ലേ? ഇതിൽ ഈ മുടികളും എല്ലാം കെട്ടിക്കിടക്കുന്നു, മാറാലകളും. ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യണം. അത് വളരെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് കണ്ടില്ലേ? ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ? ഇതുപോലെ ഇത് വളഞ്ഞ് ഇങ്ങനെ ബെൻഡായി നിൽക്കാൻ പാടില്ല. മീൻസ് ഇങ്ങനെ ഒട്ടി നിൽക്കാൻ പാടില്ല. അത് നമ്മൾ കൈ അറിയാവുന്ന പ്രസ്സായാൽ തന്നെ അത് വളഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യുക. ഇത് ഞാൻ മുഴുവനായി തുറന്നത് കൊണ്ടാണ് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മളതിൻ്റെ ഫ്രണ്ടിലെ ഡോറ് മാത്രം തുറക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വൃത്തിയായി അത് ക്ലീൻ ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മളൊരു 1-2 കൊല്ലം കൂടുമ്പോൾ ഇത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമുക്ക് ഇത് നമ്മൾ പക്ക ക്ലീൻഡ് അല്ലെങ്കിൽ ഇത് കൂളിംഗ് കിട്ടുകയല്ല. ഈ ട്രെയിലാണ് ഇതിൽ വെള്ളം വരുന്നത്. നമ്മൾ ചില സമയത്ത് ഇത് ഐസ് പിടിച്ച് വെള്ളം ഇതുവഴി വന്ന്
ഐസ് പിടിക്കാത്ത സമയത്തും നമ്മൾ എ സി വർക്ക് ചെയ്യുമ്പോൾ വെള്ളം പുറത്തു പോകുന്നത് കാണാറില്ലേ? അപ്പോൾ ഇതിലൂടെയുള്ള വെള്ളം ഈ ട്രേയിൽ വന്ന് ആണ് നമുക്ക് ബാക്കിലോട്ട് പോകുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ കൂളിംഗ് കോയിൽ. ഇതതിൻ്റെ മെയിൻ പവർ കൊടുക്കുന്ന സ്ഥലം. ഇനി ഈ കാണുന്നതാണ് അതിൻ്റെ ബോർഡ്. ഓക്കെ, ഒരു ബോർഡ്, ഒരു കൂളിംഗ് കോയിൽ, ഇതിൻ്റെ ഉള്ളിൽ ഒരു മിനിറ്റ്, ഇതിൻ്റെ ഉള്ളിലായ ബ്ലൂ കളറിൽ കാണുന്നില്ലേ ഒരു ഫാൻ. ഇത്രയുമാണ് ഒരു ഇൻഡോർ യൂണിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, റിമോട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എ സി ഓൺ ആക്കാൻ പറ്റുമോ? പറ്റും. അതിനുള്ള ഒരു ഇതിൻ്റെ ബോർഡിലേക്ക് ഡയറക്റ്റ് ഒരു സ്വിച്ച് വഴി കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഇത്. നമ്മൾ ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ വെച്ച് പ്രസ് ചെയ്താൽ മതി, നമുക്ക് എ സിനെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും മോഡുകൾ മാറ്റുന്നതിനും നമുക്ക് സാധിക്കും. ഇനി റിമോട്ട് പോയി എന്ന് വിചാരിച്ച് നമുക്ക് എ സി ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ പറ്റാതില്ല. ഇതുവഴി നമുക്കത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ കാണുന്നതാണ് അതിൻ്റെ പ്ലാസ്റ്റിക് നെറ്റ്. ഇതിൽ അടിഞ്ഞുകൂടിയ പൊടികൾ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ സുരേഷ്. ബൈ ബൈ.